എന്റെ മോനെ ഇത് സാധനടാ. ഹലോ, ഇന്നത്തെ നമ്മുടെ ഫിഷിങ് ഒരു വെറൈറ്റി ഫിഷിങ്ങാണ്. നമ്മളിന്ന് ഫിഷിങ്ങിന് യൂസ് ചെയ്യുന്ന ഹുക്സ് അതുപോലെ ബെയ്റ്റൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ് എന്നത്തേനെ കാര്യം. അപ്പോൾ നിങ്ങൾ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടാൽ എന്തായാലും നഷ്ടമാവില്ല നിങ്ങൾക്ക്, അത് ഉറപ്പാണ്. ഗൈസ്, അധിക നേരം കാത്തിരിക്കേണ്ടി വന്നില്ല. നമുക്ക് ഫസ്റ്റ് മോൺസ്റ്റർ സ്ട്രൈക്ക് കിട്ടി. നടന്ന് മീൻ പിടിക്കണ മാസ്റ്റർ മുർഷി. എടാ അത് വല്ലാണ്ട് കൊടുക്കണ്ട, അതിന്റെ ഗൈഡ് പൊട്ടിയില്ലതാ. ലൈൻ കട്ടോ ഇതോ പോവിടെ ചൂണ്ടല്. ആ അതാണ് പറഞ്ഞേ. ഇങ്ങോട്ട് വേണ്ട. അന്ന് ഇതേപോലെ സെയിം ഹുക്കില വലുതടിച്ച്. വലിയ ഹുക്ക് വലിയ ചെമ്മീനാകുമ്പളേ മീനും വലുതാവുണ്ട്. കൊണ്ടാ അത് ചാടി വെള്ളത്തി പറഞ്ഞ 19 സൗണ്ട് വെച്ചപ്പോഴേ തോന്നി. ഇന്ന് മുറിച്ചിടെ എനിക്ക് റോളില്ല. ആ മോൺസ്റ്റർ പോടാ. ഓൻ ചാടൂടാ, അല്ല പൊട്ടിക്കും ചാടിയിട്ട്. അടുത്ത ചാട്ടത്തിന് കരക്ക് കയറ്റിക്ക് കേട്ടുണ്ട്. എന്റെ പോലെ ആരടാ എനിക്ക് ആ ലീഡർ ഉണ്ട് കാട്ട്. മണ്ണണ്ട ലീഡർ പൊക്കിയ ഏതൊരു സാധനോ. ഫ്രഷ് വലിയ തീറ്റ ഉണ്ടെങ്കിലും അടിക്കോ. രണ്ടുണ്ടാവൂലേ? ഒരു മോൺസ്റ്ററിനെ കൂടി പുറത്ത് കയറ്റാൻ വെച്ചിട്ടുണ്ട്. ഗൈസ്, ഒരു 2 kg ആണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ 2.5 kg എബോവ് ഉണ്ടായിരുന്നു ഈ ഫിഷ് തൂക്കി വന്നപ്പോൾ. ഒരു മോൺസ്റ്ററിന് കിട്ടിയിട്ടുണ്ട്. 2.535. ഓ പൊളി. ഗൈസ്, അവിടുന്ന് അധികം ടൈമൊന്നും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഒരു സ്ട്രൈക്ക് നമുക്ക് കിട്ടി. അതൊരു തിരണ്ടായിരുന്നു. നമ്മളപ്പോൾ തന്നെ അതിനെ റിലീസ് ചെയ്ത് വിടുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ടോ. ഗൈസ്, നിങ്ങൾ ടാർഗറ്റ് ചെയ്യാത്ത ഫിഷാണ് നിങ്ങൾക്ക് ഹുക്കപ്പ് ആവുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ അതിനെ റിലീസ് ചെയ്താൽ മതി. വെറുതെ അതിനെ ഇവിടെ ഇട്ടിട്ട് കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഫിഷിങ്ങിന് പോയപ്പോൾ ഒരു തിരണ്ടി ഇതേപോലെ 2-3 ദിവസമായിട്ട് ആരും പിടിച്ച് കറക്കേറ്റിട്ട് അവിടെ വെച്ചിട്ടുണ്ട്, ഉണക്കാട്ട് പോലെ. ഗൈസ്, അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ മോൺസ്റ്റർ നമ്മുടെ ചൂണ്ടയിലടിക്കുന്നത്. ആ ടൈമിൽ റാസിന് അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് വീഡിയോ ആണെങ്കിൽ റെക്കോർഡ് ചെയ്യാനും പറ്റിയില്ല ആ ടൈമിൽ. ഓൾമോസ്റ്റ് ആ നൂല് ഫുള്ള് ബ്രൈഡ് നമ്മൾ തീർന്നിട്ടുണ്ട്. ഡ്രാഗ് ഫുൾ കപ്പാസിറ്റി ആക്കി വെച്ചിട്ടും നമുക്ക് ഈ മോൺസ്റ്ററിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് റീൽ കണ്ടാൽ മനസ്സിലാവും. മാക്സിമം ടൈറ്റ് ആണ്. അതുപോലെ ഓൾമോസ്റ്റ് ബ്രൈഡ് ഫിനിഷ് ആയിരിക്കും നമ്മുടെ. അല്ലേ ഇനി നൂലില്ല, വേമായോ പിടിക്ക്. എന്താന്നറിയില്ല, നൂലില്ലെങ്കിൽ പതുക്കെ ടൈറ്റ് ചെയ്തിട്ട് വലിക്ക്.
അധികം ഓടിക്കണ്ട. ഡ്രാഗ് കുറച്ച് ലൈറ്റ് ചെയ്തിട്ടേ. A few moments later. ഗൈസ് ഒരു 45 മിനിറ്റ്സോളം ഞാൻ ഈ റോഡിൽ ട്രൈ ചെയ്ത് നോക്കി. ഓക്കെ, പിന്നെ എൻ്റെ കൈ കടന്നപ്പോൾ ഞാൻ റാസിനെ മാറ്റി പിടിച്ച്. പിന്നെ ഇപ്പോൾ റാസി നോക്കണ സീനാണ് നിങ്ങൾ കാണാൻ പോണത്. ഗൈസ് ഒരു 10-50 കിലോയുള്ള മീനായിട്ട് മലപ്പുറത്ത് വെച്ചുപിടിക്കുന്ന റാസി ഞങ്ങൾ ഒരറ്റത്ത് നിന്ന് ഈ അറ്റം വരെ എത്തിച്ച് ഒരു 3/4 മണിക്കൂർ കൊണ്ട് ഞാൻ പിടിച്ചിട്ട് വേറെ കയറി. ഓപ്പൺ നിങ്ങളിത് കാണുക, റീലും നോക്കൂ ഗൈസ്. 1 മണിക്കൂറായിട്ട് ഈ മീന് കളിച്ചോണ്ടിരിക്കുന്നിട്ട് അതിന് സ്ട്രെങ്ത് പോയിട്ടില്ല. നമ്മൾ തെരണ്ടിയാണ്, പക്ഷെ ഏത് തെരണ്ടിയാന്നുള്ളത് ഫോണൊക്കെ. ഗൈസ് വീണ്ടും സമയം ഒരുപാട് പോയി. റാസിൻ്റെ കൈ വീണ്ടും കടഞ്ഞു. വീണ്ടും റോഡിൻ്റെ കാര്യം ഞാൻ ഏറ്റെടുത്തു. A few moments later. ഇവിടെ പൊട്ടിയാ? കേറ്റ് ഏത് പ്രാന്തനാന്ന് നോക്കട്ടെ. അപ്പൊക്കെ പോവാ. അതോ എന്റെ മോനെ വിടല്ലേ. എന്റെ മോനെ ഇത് സാധനടാ. എവിടെ? അയ്യോ, ഇത് കാണുമ്പോ പേടിയാണ്. പൊട്ടിയാ? അടി അല്ല ഇതാക്ക് തിരിക്ക്. ഞാനെന്ത് 20 മിനിമം ഉണ്ടാ. 20 പോരാ. അടി എല്ലാണ്ട് ഇതാക്കണ്ട. നിക്ക് ഒന്ന് അടുത്ത് കാണട്ടെ. അല്ലാ പോയി പോയില്ലേ. എടാ ഇത്രയും കിടന്നൊക്കെ വെറുതായല്ലോ. വീണ്ടും എന്റെ കൈ കടഞ്ഞപ്പോ റാസിന്റെ അടുത്ത് തന്നെ വീണ്ടും ചൂണ്ടിൽ കൈമാറി. അളിയന്റെ കല്യാണാണല്ലേ? വരില്ല, വല്ലാണ്ട് തുടക്കണ്ട. ഇവനെന്താ ആരോഗ്യടാ. എന്താ ഉന്തി കുറച്ച് അങ്ങനെ ഗൈസ് 2 മണിക്കൂറിന്റെ ഫൈറ്റും തന്നിട്ട് മോൺസ്റ്റർ കയറും പൊട്ടിച്ച് പോയി. പക്ഷെ നമ്മളവരെ വിടില്ല. അവനെ പൊക്കാൻ നമ്മൾ വീണ്ടും വേറെ പേജിൽ വരും, അവനെ പൊക്കും ചെയ്യും. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.